മോർണിംഗ് ഓൾ, വെൽക്കം ടു വരാന്ത റേസ് യൂട്യൂബ് ചാനൽ. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നിങ്ങൾ നോട്ടെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടെന്നാണ് വിശ്വാസം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇന്നലെ പഠിച്ച കുറച്ച് കറണ്ട് അഫയേഴ്സ് റിവിഷൻ ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് നോക്കാം. അതിനുശേഷം ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതിനുശേഷം ഇന്ന് നമ്മൾ പഠിച്ച കറണ്ട് അഫയേഴ്സിൽ നിന്ന് നമുക്ക് 2 ഹോംവർക്ക് നമ്മൾ തരുന്നതായിരിക്കും. അതിന് ആൻസർ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഹർദീപ് സിംഗ് പുരി എന്ന് പറഞ്ഞിട്ടുള്ള യൂണിയൻ മിനിസ്റ്റർ ഉണ്ടായിരുന്നു. മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ യൂണിയൻ മിനിസ്റ്ററാണ് ഹർദീപ് സിംഗ് പുരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ. അപ്പോൾ അദ്ദേഹം ഒരു ഓൾട്ടർനേറ്റ് ഫ്യൂവൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഫ്യൂവൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഗ്യാസിൽ നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ഫോസിൽ ഫ്യൂവലിൽ നിന്നുള്ള ഫ്യൂവൽസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന ഒരു ഗ്രീനർ അല്ലെങ്കിൽ ഒരു ക്ലീനർ ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരെന്തെന്നാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ. ഓർമ്മയുണ്ടോ? എഥനോൾ 75, 1G എഥനോൾ, എഥനോൾ 200, എഥനോൾ 2G, എഥനോൾ 100. ഏതായിരുന്നു കറക്റ്റ് ആൻസർ? എഥനോൾ 100 ആയിരുന്നു കറക്റ്റ് ആൻസർ അല്ലേ. അപ്പം ആരായിരുന്നു ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്? മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള ഹർദീപ് സിംഗ് പുരി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഓൾട്ടർനേറ്റീവ് ഗ്രീനർ ക്ലീനർ ഫ്യൂവലാണ് എഥനോൾ 100. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്തായിരുന്നു ഒരു ഒരു പോർട്ടൽ ഒരു പോർട്ടലിലോട്ട് ഇപ്പോൾ ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിഷറി സ്കീം ഉണ്ടായിരുന്നു. അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത ഒരു ന്യൂസ് ആയിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് അഗ്രികൾച്ചർ മിനിസ്ട്രിക്കകത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിഷറീസിനകത്ത് ഒരു കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നുള്ളൊരു ഫിഷറി സ്കീം ഉണ്ടായിരുന്നു. ബേസിക്കലി അത് ഫിഷറി സെക്ടേഴ്സിലുള്ള ഫാമേഴ്സിനെ ബെനിഫിറ്റ് ചെയ്യാനുള്ള രീതി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സ്കീമായിരുന്നു. ഇനി തൊട്ട് ആ പറയുന്ന സ്കീം മറ്റൊരു പോർട്ടലിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് സ്ട്രീം ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ഏത് പോർട്ടലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ജൻസമർത്ഥ് ആയിരുന്നോ, എൻ കിസാൻ ആയിരുന്നോ, മത്സ്യ പോർട്ടലാണോ, സ്വാനിർഭർ നാരി പോർട്ടലാണോ, ഇനി സ്വാനിധി പോർട്ടലാണോ നോക്കാം. ഓക്കെ, ആൻസർ വന്നിട്ട് ജൻസമർത്ഥ് പോർട്ടലാണ്. ഓക്കെ, എം കിസാൻ പോർട്ടലല്ല, മത്സ്യ പോർട്ടലും അല്ല. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളത് സ്വാനിർഭർ നാരി പോർട്ടലാണ്. എന്താണ് ഈ സ്വാനിർഭർ നാരി പോർട്ടൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ആസാം ഗവൺമെൻറ് റിലീസ് ചെയ്തിട്ടുള്ള ഒരു പോർട്ടലാണ് ഈ സ്വാനിർഭർ നാരി പോർട്ടൽ. അതായത് ആസാമിലുള്ള ഹാൻഡ്ലൂം വർക്കേഴ്സ് കൊണ്ട്, ബേസിക്കലി സ്ത്രീകളെയാണ് ടാർഗറ്റ് ചെയ്തേക്കുന്നത്. ഹാൻഡ്ലൂം വീവേഴ്സ് അവരുടെ പ്രൊഡക്റ്റുകളൊക്കെ ഈ പറയുന്ന ഒരു മിഡിൽ മാൻ ഇല്ലാണ്ട് തന്നെ ഗവൺമെൻറ് പോർട്ടൽ വഴി ഇതിൻ്റെയൊക്കെ സെയിൽ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സ്വാനിർഭർ നാരി പോർട്ടൽ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ആസാം ഗവൺമെൻറ്റിൻ്റെ ആയിരുന്നു. പിന്നീട് സ്വാനിധി പോർട്ടൽ. ഓക്കെ, അത് PM സ്വാനിധി സ്കീം കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് പ്രധാനമന്ത്രി സ്ട്രീറ്റ് വെൻഡേഴ്സിന് കൊടുക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, അല്ലെങ്കിൽ സ്ട്രീറ്റ് വെൻഡേഴ്സിന് കൊലാട്രൽ ഫ്രീ ലോണ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീമാണ് സ്വാനിധി. അതിൻ്റെ ഡിജിറ്റൽ ആക്സസിന് വേണ്ടിയിട്ടാണ് സ്വാനിധി പോർട്ടൽ. അപ്പോൾ ഇതൊന്നുമല്ല, ആൻസർ വന്നിട്ട് ജൻസമർത്ഥ് പോർട്ടലാണ്. ഇനി തൊട്ട് ജൻസമർത്ഥ് പോർട്ടലിലായിരിക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് ഫിഷറി സ്കീം മെർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയും എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന സ്കീമിൻ്റെ എല്ലാ ബെനിഫിറ്റും ഓൺലൈനിൽ അല്ലെങ്കിൽ ഡിജിറ്റലി എല്ലാം ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മൊത്തത്തിലൊരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനാണ് ഈ പറയുന്ന സ്ട്രീം ലൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഇന്ത്യൻ നേവൽ ഷിപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മളൊരു മറൈൻ എക്സസൈസിനെ പറ്റി പറഞ്ഞായിരുന്നു. സേച്ചിൽസിലെ വിക്ടോറിയ പോർട്ടിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന, അതായത് സേച്ചിൽസിലെ പ്രസിഡന്റ് കമൻസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു എക്സസൈസ് ഉണ്ടായിരുന്നു. എക്സസൈസ് കട്ലാസ് എക്സ്പ്രസ് 24 എന്നായിരുന്നു. 2024 എഡിഷനാണ്, അതുകൊണ്ട് 24 എക്സ്പ്രസ് 24 എന്നായിരുന്നു അതിൻ്റെ പേര്. ഓക്കെ, എക്സസൈസ് കട്ലാസ് എക്സ്പ്രസ് 24. ഓക്കെ, ഇനി ഒരു മൾട്ടിനാഷണൽ മറൈൻ എക്സസൈസ് ആയിരുന്നു, മാരിടൈം എക്സസൈസ് ആയിരുന്നു. 16ഓളം കൺട്രീസ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയും ഇതിൻ്റെ ഒരു അംഗമായിരുന്നു. ഓക്കെ, അപ്പോൾ മാരിടൈം എക്സസൈസ് ആണല്ലോ. അപ്പം ഓരോ രാജ്യവും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ആ രാജ്യത്തിൻ്റെ ഇന്ത്യൻ നേവിയുടെ ഷിപ്പും കൂടെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് 2019 തൊട്ടാണ് ഇന്ത്യ ഈ പറയുന്ന എക്സസൈസിനകത്ത്, സേച്ചിൽസിൻ്റെ ഈ എക്സസൈസിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഇന്ത്യയുടെ ഏത് നേവൽ ഷിപ്പാണ്, ഏത് നേവൽ വെസലാണ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓർമ്മയുണ്ടോ? INS തിർന്ന് പറയുന്ന, അതായത് A86 എന്നോട് ഒരു മറ്റൊരു പേരുണ്ട് ഈ INS തിർന്ന്.
A86. ഓക്കെ, ഈ നേവൽ ഷിപ്പാണ്, ഇന്ത്യൻ നേവൽ ഷിപ്പാണ് സേഷ്യൽസിൽ വിക്ടോറിയ പോർട്ടിൽ നടന്നിട്ടുണ്ടായിരുന്ന എക്സസൈസ് കട്ലാസ് എക്സ്പ്രസ് 24 എന്നുള്ള മാരിടൈം എക്സസൈസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വന്നിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ നേവൽ ഷിപ്പ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റീസെൻ്റ് ആയിട്ട് നമ്മൾ രാജസ്ഥാൻ്റെ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് രാജസ്ഥാനിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പവർ സെക്ടേഴ്സിലുള്ള പുതിയ ഇമ്പ്രൂവ്മെൻറ്റിനും എൻഹാൻസ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് ഒരു കമ്പനി ഈ പറയുന്ന രാജസ്ഥാനുമായിട്ട് 20,000 കോടി രൂപയുടെ ഒരു ലോൺ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ഇനി അങ്ങോട്ടുള്ള 6 വർഷത്തേക്ക്, അതായത് ഏകദേശം 2030 വേണ്ടിയിട്ട് പെർ ഇയർ 20,000 കോടി രൂപയുടെ ലോൺ എഗ്രിമെൻ്റ് ആണ് നമ്മളുടെ ഈ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനിയും പിന്നെ രാജസ്ഥാൻ ഗവൺമെൻറ്റും കൂടെ MOU സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഏത് കമ്പനി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഏതായിരുന്നു? JSW എനർജി ലിമിറ്റഡ് ആണോ, REC ലിമിറ്റഡ് ആണോ, റിലയൻസ് പവർ ലിമിറ്റഡ് ആണോ, ടാറ്റ പവർ കമ്പനി ലിമിറ്റഡ് ആണോ, അദാനി എനർജി സൊല്യൂഷൻസ് ലിമിറ്റഡ് ആയിരുന്നു? REC ലിമിറ്റഡ് ആയിരുന്നു അല്ലേ? അപ്പോൾ REC മറക്കരുത്. RECയും അതേപോലെ തന്നെ രാജസ്ഥാനും കൂടെ ചേർന്നിട്ടായിരുന്നു എത്ര രൂപയുടെയാണ്? 20,000 കോടി രൂപ പെർ ഇയർ, 20,000 കോടി രൂപ. അങ്ങനെ 6 വർഷത്തേക്ക്, അതായത് 2024 തൊട്ട് 2030 വരേക്കും പെർ ഇയർ 20,000 കോടി രൂപയുടെ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകൾ, ബേസിക്കലി പവർ സെക്ടേഴ്സിലും അല്ലേ, പവർ ഫിനാൻസിങ് അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ലോൺ എഗ്രിമെൻ്റ് അവർ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ജേർണലിസ്റ്റ് അവാർഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് ബേസിക്കലി ഫീമെയിൽ ജേർണലിസ്റ്റ് അല്ലെങ്കിൽ ഫീമെയിൽ മീഡിയ പേഴ്സൺസിന് കൊടുക്കുന്ന ഒരു അവാർഡായിരുന്നു ചമേലി ദേവി ജൈൻ അവാർഡ്. ഓക്കെ, ഈ ചമേലി ദേവി ആരാന്ന് നോക്കുകയാണെങ്കിൽ അവരൊരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു. ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റിലൊക്കെ ജയിലിൽ കിടന്നിട്ടുണ്ടായിരുന്ന ഒരു ഫ്രീഡം ഫൈറ്ററാണ് ചമേലി ദേവി ജൈൻ എന്ന് പറയുന്ന ആൾ. ഓക്കെ, അവരോടുള്ള ആദരവ് സൂചിപ്പിച്ചിട്ടാണ് ഈ പറയുന്ന ഇന്ത്യയിലുള്ള ഫീമെയിൽ മീഡിയ പേഴ്സൺസിന് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. അങ്ങനെ ഈ പ്രാവശ്യത്തെ ഏത് കാറ്റഗറിയിലാണ്? ഔട്ട്സ്റ്റാൻഡിംഗ് വിമൺ മീഡിയ പേഴ്സൺ എന്നുള്ള കാറ്റഗറിയിൽ ഈ വട്ടം 2 ആൾക്കാർക്കാണ്, 2 ജേർണലിസ്റ്റുകൾക്കാണ് ഈ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആരൊക്കെയാണ് ആ 2 ജേർണലിസ്റ്റുകൾ നോക്കാം. ആരായിരുന്നു? ആൻസർ അറിയാവോ? ഗ്രീഷ്മ കുത്തറും അതേപോലെ തന്നെ ഋതിക ചോപ്രയുമാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സയൻസ് റിലേറ്റഡ് ന്യൂസ് ആയിരുന്നു. റീസെൻ്റ് ആയിട്ട് വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്ത ബേസ് ചെയ്തിട്ടുള്ള സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ സയൻറ്റിസ്റ്റുകൾ എന്ത് ചെയ്തു? ഒരു പുതിയ ഒരു സ്പീഷീസ് അല്ലെങ്കിൽ ഒരു സ്പീഷീസിനെ കണ്ടുപിടിച്ചു. അതിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്തോപ്രിയ അങ്കുലാറ്റ എന്നാണ് ആ പറയുന്ന ജീവിയുടെ പേര്. ഓക്കെ, അത് ഏത് സ്പീഷീസ് അല്ലെങ്കിൽ എന്ത് ഇനം ജീവിയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഞാനത് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫിഗർ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്തായിരുന്നു. പാരസൈറ്റോയിഡ് വാസ്പാണോ, ടൈസ് സ്നേക്ക് ആണോ, പിന്നെ സ്കിപ്പർ ബട്ടർഫ്ലൈ ആണോ, മൈക്രോഹൈല ഫ്രോഗ് ആണോ, മാക്കറൽ ഫിഷ് ആണോ? എന്തായാലും ഫിഷ് അല്ല, ഫ്രോഗും അല്ല, പിന്നെ സ്നേക്കും അല്ലായിരുന്നു. ആ ഫിഗർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇത് 3 എന്തായാലും അല്ലായിരുന്നു. പിന്നെ അതൊരു പ്രാണിയായിരുന്നു അല്ലേ? അതൊരു ബട്ടർഫ്ലൈ ആണോ വാസ്പാണോ എന്നുള്ള കാര്യത്തിലുള്ള ഡൗട്ട്. എന്തായാലും ബട്ടർഫ്ലൈ ആയിരിക്കത്തില്ല. ഫിഗർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നല്ലോ. അതൊരു പാരസൈറ്റോയിഡ് വാസ്പാണ്, ഒരു വണ്ട് പോലൊരു ജീവിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നലെ വരെയുള്ള അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ പഠിച്ച കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന റിവിഷൻ. ഓക്കെ, അതിൽ എല്ലാ ക്വസ്റ്റ്യനും ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. വേഗം ജസ്റ്റ് ഒരു 5 മിനിറ്റത്തേക്കുള്ള റിവിഷൻ മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കറണ്ട് അഫയേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യം തന്നെ ഒരു MOU ന്യൂസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലേ? അതൊരു നോൺ ഫിനാൻഷ്യൽ MOU ആണ്. നമ്മൾ സാധാരണ എല്ലാ MOU കാണുമ്പോഴും ഫിനാൻഷ്യൽ ഒരു എമൗണ്ട് അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു അല്ലെ? ഫിനാൻഷ്യൽ സപ്പോർട്ട് ഈ 2 ഓർഗനൈസേഷൻ തമ്മിൽ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് അവർ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ നോൺ ഫിനാൻഷ്യൽ MOU ആണ് ഇനി നമ്മൾ കാണുന്നത്. അതായത് അവിടെ ഒരു ഒരു ഫിനാൻഷ്യൽ ടോക്കൺ അവിടെ ഇല്ല. ഓക്കെ, ബേസിക്കലി ഏതൊക്കെ ഓർഗനൈസേഷൻ തമ്മിൽ ഉള്ള MOU ആണ് നമുക്ക് നോക്കാം. മിനിസ്ട്രി ഓഫ് RD റൂറൽ ഡെവലപ്മെൻ്റ് ആണ് മിനിസ്റ്റർ. അതായത് ഗിരിരാജ് സിംഗ് ആണ് ഈ പറയുന്ന റൂറൽ ഡെവലപ്മെൻറ്റ് യൂണിയൻ മിനിസ്റ്റർ വന്നേക്കുന്നത്. അപ്പോൾ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റും അതേപോലെ തന്നെ BFIL എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. എന്താണ് BFIL? ഭാരത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ലിമിറ്റഡ് എന്നാണ് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര്. അപ്പം
BFIL-ഉം മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റും കൂടെ ചേർന്നിട്ട് ഒരു നോൺ ഫിനാൻഷ്യൽ MOU സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ നോൺ ഫിനാൻഷ്യൽ MOU സൈൻ ചെയ്തേക്കുന്നത്? ഈ റൂറൽ ഏരിയയിലുള്ള ലൈവ്ലിഹുഡും അതേപോലെ തന്നെ ഫാമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് ഈ പറയുന്ന നോൺ ഫിനാൻഷ്യൽ MOU കൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ, റൂറൽ ഡെവലപ്മെൻറ്റ് അല്ലേ, അപ്പോൾ റൂറൽ ഏരിയയിലുള്ള ആൾക്കാരെയാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. അപ്പോൾ റൂറൽ ഏരിയയിലെ ഫാമേഴ്സിനാണ് ഈ ഒരു സ്കീം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു MOU കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ ഏത് ഫാമേഴ്സാണ്? ഫിഷറി സെക്ടേഴ്സിലുള്ളതും ഓക്കെ അങ്ങനത്തെ ഫാമേഴ്സിനാണ് ഈ ഒരു സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഒരു കാറ്റഗറിയിലുള്ള ഫാമേഴ്സ് അല്ലെങ്കിൽ റൂറൽ ലൈവ് സ്റ്റോക്ക് ഒക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ഓൾറെഡി അറിയാം, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള DNRLM, അതായത് ദീൻ ദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്ന് പറയുന്നൊരു മിഷൻ ഓൾറെഡി മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. എന്തിനായിരുന്നു? റൂറൽ ഏരിയയിലുള്ള ആൾക്കാരുടെ ലൈവ്ലിഹുഡ് ജീവിതശൈലിയൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറച്ചുകൂടെ ഒന്ന് ഇംപ്രവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ സ്കീം ഇറക്കിയിട്ടുള്ളത്. അതേ എയിമോട് കൂടി തന്നെയാണ് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റും പിന്നെ നമ്മുടെ ഈ ഭാരത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ലിമിറ്റഡും കൂടെ ചേർന്നിട്ട് നോൺ ഫിനാൻഷ്യൽ MOU സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ എയിമും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എന്താണ്? എംപവർ റൂറൽ കമ്മ്യൂണിറ്റീസ് ആൻഡ് എൻഹാൻസ് ലൈവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് റൂറൽ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ ലൈവ്ലിഹുഡ് കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ അതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൂട്ടുക, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂട്ടുക, അവിടുത്തെ ഇൻകം കൂട്ടുക, അവിടുത്തെ ഡെവലപ്മെൻറ്റ്സ് അതിൻ്റെ ഭാഗമായിട്ട് വരിക. ഇതൊക്കെയാണ് ഈ പറയുന്ന നോൺ ഫിനാൻഷ്യൽ MOU കൊണ്ട് അവർ എയിം ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇതാണ് BFIL-ൻ്റെ ലോഗോ, ഭാരത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ലിമിറ്റഡ്. ഇതിൻ്റെ മോട്ടോ നോക്കാം, പ്രയാസ് സേ പ്രഗതി എന്നാണ് ഈ പറയുന്ന BFIL-ൻ്റെ തീം വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനൊരു MOU പറ്റി മാത്രമേ ചിലപ്പോൾ കറണ്ട് അഫയേഴ്സിന് കാണത്തുള്ളൂ. അതിനകത്ത് വന്നേക്കുന്ന ഓർഗനൈസേഷൻ്റെ തീം വരെ ചിലപ്പോൾ ചോദിക്കാം. ഇതിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ മോട്ടോ എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാം. പ്രയാസ് സേ പ്രഗതി എന്നാണ് BFIL-ൻ്റെ തീം വരുന്നത്. ഓക്കെ, അടുത്തത് വീണ്ടും നമ്മുടെ ഈ റൂറൽ ഡെവലപ്മെൻറ്റ് മിനിസ്ട്രിയുടെ ഒരു MOU ആണ്. ഇത് പക്ഷേ നോൺ ഫിനാൻഷ്യൽ MOU എന്ന് പറഞ്ഞിട്ടില്ല, സാധാരണ കാണുന്ന ഒരു MOU തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കാം, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റും JPAL. ഓക്കെ, JPAL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സൗത്ത് ഏഷ്യ റീജിയനിലുള്ള ജമീൽ പോവർട്ടി ആക്ഷൻ ലാബ്. ഓക്കെ, അതൊരു ഓർഗനൈസേഷനാണ്. സൗത്ത് ഏഷ്യൻ റീജിയൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു പോവർട്ടി ആക്ഷൻ ലാബാണ് ഈ JPAL. അതിൻ്റെ ഫുൾ നെയിം നോക്കാം, ജമീൽ പോവർട്ടി ആക്ഷൻ ലാബ്. ഓക്കെ, അപ്പം മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റും പിന്നെ JPAL-ഉം കൂടെ ചേർന്നിട്ട് ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളിപ്പോൾ നേരത്തെ കണ്ടായിരുന്നു ഒരു ദീൻ ദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷനെ പറ്റിയിട്ട് കണ്ടായിരുന്നു. അതിൻ്റെ മറ്റൊരു പേരാണ് ഈ സമവേശി ആജീവിക എന്ന് പറയുന്ന ഒരു, ഇത് സെയിം നെയിം തന്നെയാണ്, സെയിം ഉദ്ദേശം തന്നെയാണ് ഈ പറയുന്ന സമവേശി ആജീവികയും അതേപോലെ DNRLM-ഉം. ഓക്കെ, അപ്പം ഈ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യയിലുടനീളം ഈ പറയുന്ന NRLM-ൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റിയിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഇങ്ങനൊരു സ്കീമുണ്ട്, സമവേശിക ആജീവിക എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കീമുണ്ട്. ഇതിൻ്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ ബെനിഫിഷ്യറി ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ്, ഇതിനെ പറ്റിയിട്ടുള്ള നോളജ് ആൾക്കാരിലേക്ക് പറഞ്ഞു കൊടുക്കുക. ഇതിൻ്റെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിൽ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു നോളജ് ആൾക്കാരിലേക്ക് എത്തിക്കുക. ഇതാണ് ബേസിക്കലി ഈ പറയുന്ന MOU കൊണ്ട് സൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ സമവേശി ആജീവികയുടെ ഇതൊന്ന് സൗത്ത് ഏഷ്യൻ റീജിയനിൽ അല്ലെങ്കിൽ ബേസിക്കലി ഇന്ത്യയിൽ തന്നെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് JPAL ബേസ് ചെയ്തിട്ടുള്ള സൗത്ത് ഏഷ്യ ബേസ് ചെയ്തിട്ടുള്ള JPAL മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിനോട് ചേർന്നിട്ട് MOU സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതൊരു ചെറിയ ന്യൂസാണ്, ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഉറപ്പൊന്നുമില്ല, അത്ര ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റും JPAL-ഉം കൂടെ ചേർന്നിട്ട് ഇന്ത്യയിൽ ഉടനീളം ഈ സമവേശി ആജീവിക എന്ന് പറഞ്ഞിട്ടുള്ള സ്കീമുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള എഡ്യൂക്കേഷൻ, ബേസിക്കലി സ്ത്രീകളെയാണ് ഉദ്ദേശിക്കുന്നത്. മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് സ്ത്രീകൾക്കിടയിലുള്ള ഒരു സെൽഫ് സഫിഷ്യൻസി അറ്റൈൻ ചെയ്യിക്കാനാണ് ഈ പറയുന്ന MOU-യുടെ മെയിനായിട്ടുള്ള എയിം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. ഓക്കെ, അതായത് ഇന്ത്യയും ബ്രസീലും കൂടെ ചേർന്നിട്ട് ഒരു ഫോറിൻ മിനിസ്റ്റീരിയൽ ഡയലോഗ്, ഡിഫൻസ് ആൻഡ് ഫോറിൻ മിനിസ്റ്റീരിയൽ ഡയലോഗ് സൈൻ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇന്ത്യയും ബ്രസീലും കൂടെ ഇങ്ങനെയുള്ള ഒരു മിനിസ്റ്റീരിയൽ ഡയലോഗിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ഈ മിനിസ്റ്റീരിയൽ ഡയലോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ട് രാജ്യങ്ങൾ
തമ്മിൽ ഒരുപാട് സബ്ജക്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യും. അതിനകത്ത് ഇപ്പം ഡിഫൻസ് റിലേറ്റഡ് വരും. ഓക്കെ, അതായത് അല്ലെങ്കിൽ ടെക്നോളജി ഷെയറിങ്ങിനെ പറ്റി പറയും, അല്ലെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സ്പേസ് ഗ്രോത്ത്, എനർജി സെക്ടേഴ്സിലുള്ള ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഈവൻ കൗണ്ടർ ടെററിസം എന്താ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ്, കൗണ്ടർ ടെററിസം. ഓക്കെ, അതുപോലെ തന്നെ റീജിയണൽ, മൾട്ടിലാറ്ററൽ, അതേപോലെ മ്യൂച്വൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് ഇഷ്യൂസിനെ പറ്റിയിട്ടും ഒരുപാട് സബ്ജക്റ്റിനെ പറ്റിയിട്ടും ഈ രണ്ട് രാജ്യങ്ങൾ അവരുടെ ഐഡിയാസ് അല്ലെങ്കിൽ തോട്ടുകൾ ഷെയർ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ഇവരുടെ ടെക്നോളജി ഷെയർ ചെയ്യും, ടെക്നിക്കൽ എക്സ്പേർട്സിനെ ഷെയർ ചെയ്യും. ഇതാണ് ഈ പറയുന്ന ഡിഫൻസ് ആൻഡ് ഫോറിൻ മിനിസ്റ്റീരിയൽ ഡയലോഗ് എന്ന് പറയുന്ന സംഭവം. അങ്ങനെ ഇന്ത്യ ആദ്യമായിട്ടാണ് ബ്രസീലുമായിട്ട് ഈ പറയുന്ന ഡിഫൻസ് ആൻഡ് ഫോറിൻ മിനിസ്റ്റീരിയൽ ഡയലോഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ പേരാണ് 2+2. ഓക്കെ, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള എന്താ പറയുക, ഡിഫൻസ് ആൻഡ് ഫോറിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്കഷൻ. ഓക്കെ, അപ്പോൾ ഇന്ത്യ ആദ്യമായിട്ടാണ് ബ്രസീലുമായിട്ട് ഈ പറയുന്ന ഡിഫൻസ് ആൻഡ് ഫോറിൻ മിനിസ്റ്റീരിയൽ ഡയലോഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. പേര് വന്നിട്ട് 2+2 എന്നാണ്. ഓക്കെ, ഇത് ഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു ഈ രണ്ട് രാജ്യങ്ങളുടെ 2+2 മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ എയിം നമ്മൾ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളിലുള്ള ഡിസ്കഷനാണ്. അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യയിലെ ഡിഫൻസ് സെക്ടർ കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്പേസ് സെക്ടർ കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ടെക്നോളജി കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലില്ലാത്ത എന്തെങ്കിലും എനർജി സെക്ടേഴ്സിലുള്ള എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ബ്രസീലിൽ നടന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അപ്പം ഇങ്ങനെ അനവധി സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു ഷെയറിങ് അല്ലെങ്കിൽ ഡിസ്കഷനാണ് ഈ പറയുന്ന ഡിഫൻസ് ആൻഡ് ഫോറിൻ മിനിസ്റ്റീരിയൽ ഡയലോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയും ബ്രസീലും കൂടെ ഇങ്ങനെയുള്ള മീറ്റിംഗ് ആദ്യമായിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് ആദ്യമായിട്ടാണ് ഇന്ത്യയും ബ്രസീലും, അതുകൊണ്ട് ഈ പറയുന്ന ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഫ്ലാഗ് ഒന്ന് ശ്രദ്ധിച്ചേ. ഇത് ബ്രസീലിൻ്റെ ഫ്ലാഗ്, ഇത് ഇന്ത്യയുടെ ഫ്ലാഗ്. മറക്കരുത്, ഇന്ത്യയും ബ്രസീലും കൂടാണ് ഇപ്രാവശ്യത്തെ 2+2 ഫോറിൻ ആൻഡ് ഡിഫൻസ് മിനിസ്റ്റീരിയൽ ഡയലോഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എവിടെ വെച്ചാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്. ഓക്കെ, അടുത്തത് വീണ്ടും മഹാരാഷ്ട്രയുടെ ഒരു ന്യൂസാണ്. മഹാരാഷ്ട്രയുടെ CM ആരാ അറിയാമല്ലോ, ഏക്നാഥ് ഷിൻഡെ. ഓക്കെ, ഇപ്പം പുതുതായിട്ട് ഏക്നാഥ് ഷിൻഡെ ഒരു കാര്യം ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്, അതായത് LNG പവർ ചെയ്തിട്ടുള്ളൊരു ബസ് അവിടെ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ എന്താ ഡീസൽ വെച്ചിട്ടാണ് ബസ് ഓടുന്നത്. അപ്പോൾ ഡീസലിൻ്റെ ഒരുപാട് എഫക്റ്റ് ഉണ്ട്, ഒരുപാട് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ട്. നമ്മുടെ ക്ലൈമറ്റ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനെ ബാധിക്കുന്ന ഒരുപാട് നെഗറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു LNG പവേർഡ്, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് പവേർഡ് ഒരു ബസ്സാണ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലായതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയുടെ CM ആയിട്ടുള്ള ഏകനാഥ് ഷിൻഡെയാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് എന്താ, മഹാരാഷ്ട്രയിൽ ഏകദേശം 16,000-ഓളം ഡീസൽ സപ്പോർട്ട് ബസ്സുകളുണ്ട്. ഇതിനെല്ലാം LNG പവേർഡ് ബസ്സാക്കും എന്നുള്ള ഒരു കാര്യം കൂടെ അവരതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, LNGയുടെ പ്രത്യേകതകൾ നോക്കാം. അതായത് നമ്മുടെ ഡീസലിനേക്കാളും 30% കാർബൺ ഡയോക്സൈഡ് എമിഷൻ കുറവാണ് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് വെഹിക്കിൾസിൻ്റെ പ്രത്യേകത. അതേപോലെ തന്നെ പർട്ടിക്കുലേറ്റ് മാറ്റർ ഉണ്ടല്ലോ, അതും 90% കുറവ് എമിറ്റ് ചെയ്യത്തുള്ളൂ. അതായത് ഡീസലിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ 30% കുറവായിരിക്കും കാർബൺ ഡയോക്സൈഡ് എമിഷനും, അതേപോലെ തന്നെ 90% കുറവായിരിക്കും പർട്ടിക്കുലേറ്റ് മാറ്റർ എമിഷൻ, PM എമിഷനും കുറവായിരിക്കും. ഓക്കെ, ഈ ബെനിഫിറ്റ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്ന ഡീസൽ വെഹിക്കിൾസിനെയൊക്കെ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് പവേർഡ് ബസ്സായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള, അതായത് ഓരോ ഫേസിലും അവർ ഈ പറയുന്ന ബസ്സുകളെയൊക്കെ LNG പവേർഡ് ബസ്സായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇനി ആദ്യഘട്ടത്തിൽ അവർ 5000 ഡീസൽ വെഹിക്കിൾസ് ആണ് ഈ പറയുന്ന LNG ഓൾട്ടർനേറ്റ് ഫ്യൂവലിലോട്ട് അവർ കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം മഹാരാഷ്ട്രയിലെ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ് മഹാരാഷ്ട്ര സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. നമ്മുടെ കേരളത്തിൽ KSRTC എന്നൊക്കെ പറയുന്ന പോലെ തന്നെ മഹാരാഷ്ട്രയിലെ MSRTC. ഓക്കെ, അപ്പം MSRTC ആണ് ഈ പറയുന്ന കാര്യങ്ങൾ, ഇതിൻ്റെ ഓപ്പറേഷനും ഇതിൻ്റെ ലോഞ്ചിങ്ങും ഒക്കെ മുൻകൈ എടുത്തിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലേക്ക് തന്നെ ആദ്യത്തെ LNG പവേർഡ് ബസ്സാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ആരാണത് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? മഹാരാഷ്ട്രയുടെ CM ആയിട്ടുള്ള ഏകനാഥ് ഷിൻഡെയാണ്. പിന്നെ എന്തായിരുന്നു ഇതിനകത്ത് പറഞ്ഞത്? ആദ്യഘട്ടത്തിൽ അവർ 5000 ഡീസൽ സപ്പോർട്ട് വെഹിക്കിൾസ് ആണ് LNG ഫ്യൂൽ അല്ലെങ്കിൽ LNG പവേർഡ് ബസ്സിലോട്ട് കൺവേർട്ട് ആക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ LNG എന്തുകൊണ്ട് അവർ എടുത്തു എന്നുള്ളതിൻ്റെ ബെനിഫിറ്റ് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ LNGയുടെ പോസിറ്റീവ് സൈഡ് പറഞ്ഞിട്ടുണ്ട്. ഡീസലിനേക്കാളും 30% കുറവായിരിക്കും
ഡയോക്സൈഡിൻ്റെ എമിഷൻ. അതുപോലെ തന്നെ ഡീസലിനേക്കാളും 90% കുറവാണ് പാർട്ടിക്കുലേറ്റ് മാറ്ററിൻ്റെ എമിഷനും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ പഠിച്ചിരിക്കുന്നത്? മഹാരാഷ്ട്രയിൽ ഇതൊരു മഹാസംഭവമല്ലേ, ഇന്ത്യയിലേക്ക് തന്നെ ആദ്യത്തെ LNG പവേർഡ് ബസ്സല്ലേ, അപ്പോൾ മഹാസംഭവമല്ലേ. അപ്പോൾ അത് ഏത് സ്റ്റേറ്റാണ്? മഹാരാഷ്ട്രയാണ്. പിന്നെ മഹാരാഷ്ട്ര എന്ന് പറയുമ്പം ഓർത്തിരിക്കാമല്ലോ, സ്വാഭാവികമായിട്ടും ഇത്രയും വലിയ സംഭവം എന്തായിരിക്കും? മഹാരാഷ്ട്ര CMA ഉദ്ഘാടനം ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് ഏകനാഥ് ഷിൻഡെയാണ്. ഓക്കെ, ഇനി അടുത്തത് ഇന്ത്യൻ ആർമിയുടെ ഒരു ന്യൂസാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ നേവി ഒരു സേച്ചൽസിലുള്ള ഒരു മാരിടൈം എക്സസൈസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2019 തൊട്ടാണ് ഇന്ത്യ ഈ പറയുന്ന സേച്ചൽസിൻ്റെ മാരിടൈം എക്സസൈസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൻ്റെ പേര് ഓർമ്മയുണ്ടോ? എക്സസൈസ് കട്ട്ലാസ് എക്സ്പ്രസ് 24 എന്നായിരുന്നു എൻ്റെ പേര് വന്നിട്ട്. അതേസമയം അത് ഇന്ത്യൻ നേവിയുടെ ആയിരുന്നു. ഇന്ത്യൻ ആർമിയുടെയും ഇതേപോലെ സേച്ചൽസിൽ നടന്നിട്ടുള്ള ഒരു എക്സസൈസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഒരു നേരത്തെ കണ്ടത് മാരിടൈം എക്സസൈസ് ആയിരുന്നു, ഇതിപ്പോൾ ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് ആണ്. അപ്പം ഹോസ്റ്റ് ചെയ്യുന്നത് സേച്ചൽസ് തന്നെയാണ്. പക്ഷേങ്കിൽ പേര് മാറി. പേരെന്താണ്? ലാമി TA 2024 2024 എഡിഷനാണ്, അതുകൊണ്ട് 2024 എന്ന് പറഞ്ഞേക്കുന്നത്. ലാമി TA 2024 എന്നാണ് അതിൻ്റെ പേര്. എവിടെ വെച്ചാൽ നടക്കുന്നത്? സേച്ചൽസിൽ വെച്ചാണ് നടക്കുന്നത്. ഇനി ഇപ്രാവശ്യം 2024 നടന്നത് 10ാമത്തെ എഡിഷനാണ്. ഈ ലാമി TA 2024ൻ്റെ 10ാമത്തെ എഡിഷനാണ് ഈ വട്ടം നടന്നിട്ടുണ്ടായിരുന്നത്. സേച്ചൽസ് ആണ് ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു സേച്ചൽസിൻ്റെ പ്രസിഡൻറ്റിൻ്റെ പേരൊക്കെ എന്തായിരുന്നു? വേവൽ രാം കലാവൻ എന്നൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് വന്നിട്ട്. ഓക്കെ, ഇനി നമുക്ക് ലാമി ടിയയിലോട്ട് കിടക്കാം. ഈ വട്ടം 10ാമത്തെ എഡിഷനാണ് ലാമി TA 2024ൻ്റെ. ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യം സേച്ചൽസ് ആണ്. ഇന്ത്യയും ഇതൊരു എന്താ മൾട്ടിനാഷണൽ ഒരു എക്സസൈസ് ആണ്. ഇതിനകത്ത് ഇന്ത്യയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, എന്ന് തൊട്ട് എന്ന് വരെയാണ് ഈ പറയുന്ന എക്സസൈസ് നടക്കുന്നതെന്ന് നോക്കാം. മാർച്ച് 18 തൊട്ട് മാർച്ച് 27 വരെയാണ് ഈ പറയുന്ന എക്സസൈസ്, മൾട്ടിനാഷണൽ എക്സസൈസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യയും ഈ പറയുന്ന ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വരുന്നത് ഏത് റൈഫിൾസ് ആണ്? ഗോർഖ റൈഫിൾസ് ആണ്. ഇന്ത്യയുടെ ഗോർഖ റൈഫിൾസ് ആണ് ഈ പറയുന്ന ലാമി TA 2024 ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വരുന്നത്. ഓക്കെ, ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ മറക്കരുത്, മറ്റേത് കട്ട്ലാസ് എക്സസൈസ് എന്താണ്? മാരിടൈം എക്സസൈസ് ആണ്. ഇത് മിലിറ്ററി എക്സസൈസ് ആണ്. ഇത് ലാമി TA എന്നാണ് അതിൻ്റെ പേര്. ഇന്ത്യയും സേച്ചൽസും കൂടാണ് ഈ പറയുന്ന മാരിടൈം എക്സസൈസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യൻ ആർമിയുടെ ഗോർഖ റൈഫിൾസും സേച്ചൽസിൻ്റെ ഒരു ഡിഫൻസ് കൗണ്ടർ പാർട്ട് ആരാണ്? SDF, സേച്ചൽസ് ഡിഫൻസ് ഫോഴ്സും കൂടെ ചേർന്നിട്ടാണ് ഈ പറയുന്ന ലാമി TA 2024 നടക്കുന്നത്. ഈ വട്ടം ലാമി TA 10th എഡിഷനാണ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന എക്സസൈസിൻ്റെ ലാമി ടിയയുടെ മീനിങ് കൂടെ നോക്കാം. ഫ്രണ്ട്ഷിപ്പ് എന്നാണ് ഈ പറയുന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, ക്രിയോൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന മീനിങ് ആണ് വരുന്നത്. ഇനി ഡേറ്റ് കൂടെ പറയാം, മാർച്ച് 18 തൊട്ട് മാർച്ച് 27 വരെ ആയിരിക്കും ഇത് നടക്കുന്നത്. ഇനി സേച്ചൽസിനെ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കാം. പ്രസിഡന്റ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേര് വന്നിട്ട് വേവൽ രാം കലാവൻ. ഇനി ക്യാപിറ്റൽ വിക്ടോറിയ. കറൻസി സേച്ചലോയിസ് റുപ്പി. ഓക്കെ, സേച്ചലോയിസ് റുപ്പി എന്നാണ് കറൻസിയുടെ പേര്. അടുത്തത് ഒരു സംഗീത കലാനിധി അവാർഡിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് മ്യൂസിക് അക്കാഡമി പ്രസൻറ്റ് ചെയ്യുന്ന അവാർഡാണ്. എല്ലാവർക്കും അറിയാമല്ലോ സംഗീത കലാനിധി പുരസ്കാരം. അത് ഈ വട്ടം ആർക്കാണ് കിട്ടിയെന്ന് നോക്കാം. TM കൃഷ്ണ എന്ന് പറയുന്ന ഒരു ഫേമസ് കർണാട്ടിക് കർണാട്ടിക് സിംഗർ ഉണ്ട്, വോക്കലിസ്റ്റ് ഉണ്ട്. ഇതാണ് TM കൃഷ്ണ. ഓക്കെ, അദ്ദേഹത്തിനാണ് ഈ വട്ടത്തെ സംഗീത കലാനിധി അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 2024 സംഗീത കലാനിധി അവാർഡ് കിട്ടിയ റെസിപ്പിയൻ്റ് ആരാണ്? TM കൃഷ്ണ. ഓക്കെ, അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2016 ഇദ്ദേഹത്തിന് രാമൻ മാഗ്സസെ അവാർഡ് കൂടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 2016 രാമൻ മാഗ്സസെ അവാർഡും ഇപ്പോൾ 2024 സംഗീത കലാനിധി അവാർഡും കരസ്ഥമാക്കിയിട്ടുള്ളത് ആരാണ്? TM കൃഷ്ണ. അദ്ദേഹം ഒരു ഫേമസ് കർണാട്ടിക് സിംഗറാണ്. ഓക്കെ, ഇനി ഈ പറയുന്ന സംഗീത കലാനിധി അവാർഡ് പ്രസൻറ്റ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഏതാണ്? ചെന്നൈ ബേസ് ചെയ്തിട്ടുള്ള, അതായത് ചെന്നൈയിൽ മദ്രാസ് ബേസ് ചെയ്തിട്ടുള്ള മ്യൂസിക് അക്കാഡമി, ദ മ്യൂസിക് അക്കാഡമിയാണ് എല്ലാ വട്ടവും സംഗീത കലാനിധി അവാർഡ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇദ്ദേഹത്തെ പറ്റി കൂടുതൽ പഠിക്കുകയാണെങ്കിൽ ഇദ്ദേഹം കുറച്ച് ബുക്കുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണെന്ന് നോക്കാം. 2021 അദ്ദേഹം എഴുതിയ ബുക്കാണ് ദ സ്പിരിറ്റ് ഓഫ് എൻക്വയറി. പിന്നെ അടുത്തത് സെബാസ്റ്റ്യൻ ആൻഡ് സൺസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മൃദംഗം മേക്കേഴ്സ്. അത് 2020 ഇറക്കിയ ബുക്കാണ്.
ഓക്കെ, ഇനി അടുത്ത 2016 ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു, സതേൺ മ്യൂസിക് ദ കർണാട്ടിക് സ്റ്റോറി. 2016 ഇറക്കിയതാണ്. അപ്പോൾ ഈ 3 ബുക്കുകളാണ് നമ്മുടെ ഈ പറയുന്ന TM കൃഷ്ണ ഓതർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എഴുതിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ? 2016 രാമൻ മഗ്സസെ അവാർഡും 2024 സംഗീത കലാനിധി അവാർഡും കരസ്ഥമാക്കിയിട്ടുള്ള ആളാണ് ഈ പറഞ്ഞ TM കൃഷ്ണ. അദ്ദേഹത്തിൻ്റെ ഇറക്കിയിട്ടുള്ള ബുക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന അവാർഡ് എന്താ പറയുക, സംഗീത കലാനിധി ഇദ്ദേഹത്തിന് കിട്ടി എന്ന് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. എക്സാമിന് ചിലപ്പോൾ ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് കിട്ടിയിട്ടുള്ള അവാർഡിനെ പറ്റിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം റിലീസ് ചെയ്തിട്ടുള്ള ബുക്കിനെ പറ്റിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം റിലീസ് ചെയ്തൊരു ബുക്ക് ഏത് വർഷമാണ് അത് ഇറക്കിയത്, അങ്ങനത്തെ കാര്യങ്ങൾ വരെ എക്സാമിന് ചോദിക്കാം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡെപ്തായിട്ട് നോക്കേണ്ടത്. അല്ലെങ്കിൽ ജസ്റ്റ് വായിച്ചിട്ട് പോയാൽ മതി, എല്ലാവരും സെൻറ്റൻസിനകത്തേ ഉള്ളൂ ഈ ഒരു പറയുന്ന കറണ്ട് അഫയേഴ്സ്. പക്ഷേ നമ്മൾ ഡീപ്പായിട്ട് പഠിച്ചാൽ മാത്രമേ എങ്ങനെ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ TM കൃഷ്ണ. ഓക്കെ, ഏത് വർഷമാണ് രാമൻ മാഗ്സസെ അവാർഡ് കിട്ടിയ ഏത് വർഷമാണ്? 2016. ഇനി മറ്റ് അവാർഡ് കൂടെ നോക്കാം. ഈ വട്ടത്തെ മ്യൂസിക് അക്കാഡമി അവാർഡിൽ മറ്റ് കുറച്ച് അവാർഡുകളൂടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. മോഹിനിയാട്ടം എക്സ്പെർട്ട് ആയിട്ടുള്ള നീന പ്രസാദിന് നൃത്യ കലാനിധി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സംഗീത കലാനിധി കിട്ടിയിരിക്കുന്നത് TM കൃഷ്ണയ്ക്കാണ്. നൃത്യ കലാനിധി അവാർഡ് കിട്ടിയേക്കുന്നത് മോഹിനിയാട്ടം ഡാൻസറായിട്ടുള്ള നീന പ്രസാദ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാണ്. ഓക്കെ, ഇനി അടുത്തത് മൃദംഗം ഗുരു എന്നുള്ള അവാർഡ് കിട്ടിയേക്കുന്നത് പ്രസന്ന രവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൃദംഗം ആർട്ടിസ്റ്റാണ്. അടുത്തത് കർണാട്ടിക് വോക്കലിസ്റ്റ് ആയിട്ടുള്ള ഗീതാരാജനും അതുപോലെ തന്നെ ഗീതാരാജന് സംഗീത ആചാര്യ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സംഗീത കലാനിധിയും സംഗീത ആചാര്യ അവാർഡ്സും തമ്മിൽ മാറിപ്പോരുത്. സംഗീത കലാനിധി അവാർഡ് കിട്ടിയിട്ടുള്ളത് TM കൃഷ്ണ, നൃത്യ കലാനിധി അവാർഡ് കിട്ടിയിട്ടുള്ളത് നീന പ്രസാദ്. പിന്നെ ഇപ്പം നമ്മൾ പഠിച്ചത് സംഗീത ആചാര്യ അവാർഡ് കിട്ടിയിട്ടുള്ളതും അതും ഒരു കർണാട്ടിക് വോക്കലിസ്റ്റാണ്, പേര് ഗീതാരാജ. ഓക്കെ, ഇനി അടുത്ത് നോക്കാം TTK അവാർഡ്. ഓക്കെ, TT കൃഷ്ണമാചാരിയുടെ ആദരവോട് സൂചിപ്പിച്ചാണ് ഈ പറഞ്ഞ TTK അവാർഡ് കൊടുക്കുന്നത്. ഈ വട്ടം മ്യൂസിക് അക്കാദമി TTK അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ള ആരൊക്കെയാണെന്ന് നോക്കാം. S നരസിംഹം, S വെങ്കടേശൻ ആൻഡ് HK നരസിംഹമൂർത്തി. ഈ 3 ആൾക്കാർക്കാണ് ഈ പറയുന്ന TTK അവാർഡ് ഈ വട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്തത് മ്യൂസിക്കോളജിസ്റ്റ് അവാർഡ് നോക്കാം. അത് ഡോക്ടർ മാർഗരറ്റ് ബാസ്റ്റിൻ ആണ് ഈ വട്ടത്തെ മ്യൂസിക് അക്കാഡമിയുടെ മ്യൂസിക്കോളജിസ്റ്റ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. ആർക്കാണ്? ഡോക്ടർ മാർഗരറ്റ് ബാസ്റ്റിൻ. ഓക്കെ, മറക്കരുത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചെന്നൈ ബേസ് ചെയ്തിട്ടുള്ള മ്യൂസിക് അക്കാഡമി കൊടുക്കുന്ന സംഗീത കലാനിധി അവാർഡ് ബേസ് ചെയ്ത് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള 100% ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്കൊന്നും ഒരു എക്സാമിനും ചോദിക്കത്തില്ല. ഓക്കെ, കറണ്ട് അഫയേഴ്സിനകത്ത് ചിലപ്പോൾ ചോദിക്കുന്നത് ഈ വട്ടത്തെ സംഗീത കലാനിധി അവാർഡ് കിട്ടിയത് ആർക്കാണ് എന്ന് മാത്രമായിരിക്കും നിങ്ങൾ പഠിച്ചിട്ട് പോകുന്നത്. പക്ഷേ ഇത് റിലേറ്റ് ചെയ്തിട്ട് ഇത്രയും ഫാക്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത് എവിടെയെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് മുമ്പ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ്. റഷ്യയുടെ പ്രസിഡന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. റഷ്യയിലെ തുടർച്ചയായിട്ടും അഞ്ചാമത്തെ വട്ടവും പ്രസിഡൻ്റായിട്ട് വ്ളാഡിമിർ പുടിനാണ് എലക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതാണ് ഈ ഒരു കറണ്ട് അഫയേഴ്സിനകത്ത് പറയുന്നത്. ഓക്കെ, അദ്ദേഹം 88% ലീഡിങ്ങോട് കൂടിയിട്ട് ഇപ്രാവശ്യവും, അതായത് അഞ്ചാമത്തെ വട്ടവും റഷ്യയുടെ പ്രസിഡൻ്റായിട്ട് സെലക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻചാർജ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 7, 2024. ഓക്കെ, എല്ലാവർക്കും അറിയാമല്ലോ വ്ളാഡിമിർ പുടിൻ്റെ കാര്യം ഒക്കെ എല്ലാവർക്കും അറിയാം. ഓക്കെ, അഞ്ചാമത്തെ വട്ടം ചിലപ്പോൾ ചോദിക്കുന്നത് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എത്രാമത്തെ വട്ടമാണ് തുടർച്ചയായിട്ട് എത്രാമത്തെ വട്ടമാണ് പ്രസിഡന്റ് ആവുന്നത് എന്നായിരിക്കും ചോദിക്കുന്നത്. അല്ലാണ്ട് ഡയറക്റ്റായിട്ട് റഷ്യയുടെ പ്രസിഡന്റ് ആരാണ് എന്നൊന്നും ചോദിക്കത്തില്ല. ഓക്കെ, ഇനി അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള മറ്റ് അവാർഡുകൾ നോക്കാം. ഓക്കെ, ടൈം മാഗസിൻ അദ്ദേഹത്തിന് എന്തായിരുന്നു? ടൈം പേഴ്സൺ ഓഫ് ദി ഇയർ 2007 ടൈംസ് പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വട്ടം ടൈംസ് പേഴ്സൺ ഓഫ് ദി ഇയർ ആരായിരുന്നു? നമ്മൾ കറണ്ട് അഫയേഴ്സിനകത്ത് പറഞ്ഞിട്ടുള്ള ആളായിരുന്നു. ഓർമ്മയുണ്ടോ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ ടൈംസ് പേഴ്സൺ ഓഫ് ദി ഇയർ ആരായിരുന്നു? നമ്മൾ സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ വന്നിട്ട് ലയണൽ മെസ്സി ആയിരുന്നു. പേഴ്സൺ ഓഫ് ദി ഇയർ നിങ്ങൾ ഓർമ്മയുള്ളൊരു കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, ഇതൊരു സിംഗറായിരുന്നു. ഓർമ്മയുള്ളവർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. 2007 ടൈംസ് പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് ടൈം മാഗസിൻ നെയിം ചെയ്തിട്ടുണ്ടായിരുന്നത് വ്ളാഡിമിർ പുടിനെയായിരുന്നു. അതേപോലെ തന്നെ ചൈന ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് സെൻറ്റർ അവാർഡ് ചെയ്യുന്ന കോൺഫ്യൂഷ്യസ്
പീസ് പ്രൈസ് 2011 ഈ പറയുന്ന വ്ളാഡിമിർ പുടിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതൊക്കെ അവാർഡാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട്, പക്ഷേങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ 2011 ഈ പറഞ്ഞ കോൺഫ്യൂഷ്യസ് പീസ് പ്രൈസ് എന്നുള്ള അവാർഡ് ചൈന ഇൻ്റർനാഷണൽ പീസ് ഫെഡറേഷൻ കൊടുക്കുന്നതാണ്. 2011 ഇദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടിയത്. 2007 നോക്കുവാണെങ്കിൽ ടൈം മാഗസിൻ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു പുരസ്കാരമാണ് ടൈംസ് പേഴ്സൺ ഓഫ് ദി ഇയർ. അത് 2007 കരസ്ഥമാക്കിയിട്ടുള്ളതും വ്ളാഡിമിർ പുടിനാണ്. ഓക്കെ, ഇനി റഷ്യയുടെ കുറച്ച് സ്റ്റാറ്റിക് കാര്യങ്ങൾ നോക്കാം. റഷ്യയുടെ പ്രസിഡന്റ് ആരാണെന്ന് അറിഞ്ഞല്ലോ. ഇനി പ്രൈം മിനിസ്റ്റർ നോക്കാം. മിഖായിൽ മിഷുസ്തിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് റഷ്യയുടെ പ്രൈം മിനിസ്റ്റർ. റഷ്യയുടെ ക്യാപിറ്റൽ മോസ്കോ ആണ്. പിന്നെ എല്ലാ SSC-കാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് റഷ്യയുടെ കറൻസി റഷ്യൻ റൂബിളാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. വാസ്റ്റായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ഇതിനപ്പുറത്തേക്കൊന്നും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അടുത്തത് വീണ്ടും ഇന്ത്യൻ ആർമിയുടെ ന്യൂസ്. നമ്മൾ എത്രാമത്തെ ഇന്ത്യൻ ആർമി ന്യൂസാണ് ഇപ്പോൾ പഠിക്കുന്നത് അല്ലേ? ഇന്ത്യൻ ആർമി പുതുതായിട്ട് ഒരു ടെക്നോളജി സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ പറഞ്ഞ ഇന്ത്യൻ ആർമി റിലേറ്റ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഈ പറയുന്ന ഒരു ടെക്നോളജി യൂണിറ്റ് ഒരു സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ ആർമി. അതിൻ്റെ പേര് വന്നിട്ട് സ്റ്റീഗ്, STEAG, സ്റ്റീഗ്. ഓക്കെ, അപ്പോൾ സ്റ്റീഗിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് നോക്കാം. സിഗ്നൽസ് ടെക്നോളജി ഇവാലുവേഷൻ ആൻഡ് അഡാപ്റ്റേഷൻ ഗ്രൂപ്പ് എന്നാണ് സ്റ്റീഗിൻ്റെ ഫുൾ ഫോം വന്നിട്ട്. ഓക്കെ, എന്താണ് സിഗ്നൽസ് ടെക്നോളജി ഇവാലുവേഷൻ ആൻഡ് അഡാപ്റ്റേഷൻ ഗ്രൂപ്പ് എന്നാണ്. എന്താണ് ഈ പറയുന്ന സ്റ്റീഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതൊരു ടെക്നോളജി യൂണിറ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള ടെക്നോളജി യൂണിറ്റ് ആണ്? ഈ പറയുന്ന ആർമി റിലേറ്റ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജി യൂണിറ്റ് ആണ് സ്റ്റീഗ്. ഓക്കെ, ഇതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ സ്റ്റീഗിൻ്റെ T എന്താണ്, E എന്താണ് എന്ന് ചോദിക്കും. അതായത് ഫുൾ ഫോം ചോദിക്കും. അതേപോലെ തന്നെ ഏത് ആംഡ് ഫോഴ്സാണ് ഈ പറയുന്ന സ്റ്റീഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇന്ത്യൻ നേവി ആണോ, ഇന്ത്യൻ എന്താ പറയുക ഇന്ത്യൻ നേവി ആണോ, ഇന്ത്യൻ ആർമി ആണോ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ എയിമാണ് പറയുന്നത് ടെക്നോളജിയിലുള്ള, അതായത് ഇലക്ട്രോണിക് എക്സ്ചേഞ്ച്, വയർഡ് ആൻഡ് വയർലെസ് സിസ്റ്റത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്, ടെക്നോളജിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ്, കസ്റ്റമൈസേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഈ പറഞ്ഞ സ്റ്റീഗ് കൊണ്ടുവരാനുള്ള മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അതായത് ടെക്നോളജി ബേസിക്കലി 5G സൊല്യൂഷൻസ്, 6G സൊല്യൂഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിഫൻസ് സെക്ടേഴ്സിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റീഗ് എന്ന് പറയുന്ന ടെക്നോളജി യൂണിറ്റ് ഇന്ത്യൻ ആർമി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഇന്ത്യൻ ആർമിയുടെ ചീഫ് ആരൊക്കെയാന്ന് നോക്കാം. ചീഫും വൈസ് ചീഫും ഒക്കെ ആരൊക്കെയാന്ന് നോക്കാം. ഇന്ത്യൻ ആർമിയുടെ ചീഫ് നമ്മൾ ഓൾറെഡി ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. ജനറൽ മനോജ് പാണ്ഡെയാണ് ഇന്ത്യൻ ആർമിയുടെ, അതായത് ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നത് ചീഫാണ്. ഓക്കെ, ജനറൽ മനോജ് പാണ്ഡെ. ഇനി വൈസ് ചീഫ് ആരാന്ന് നോക്കാം. ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഓക്കെ, ഇതാണ് ജനറൽ മനോജ് പാണ്ഡെ. ഇത് വൈസ് ചീഫാണ് ഉപേന്ദ്ര ദ്വിവേദി. ഓക്കെ, ഇനി ഇന്ത്യൻ ആർമിയുടെ ഹെഡ് ക്വാർട്ടർ നോക്കാം. ന്യൂഡൽഹിയിലാണ് ഇന്ത്യൻ ആർമിയുടെ ഹെഡ് ക്വാർട്ടർ വരുന്നത്. ഓക്കെ, അടുത്തത് ഒരു ഒബിച്ചറി ന്യൂസാണ്. പക്ഷെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മരിച്ച ആൾക്ക് പത്മശ്രീ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളിത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ന്യൂസാണ്. ഓക്കെ, അതായത് ടെക്സ്റ്റൈൽ സെക്ടേഴ്സിൽ നോക്കാം. ഹാൻഡ്ലൂം ആർട്ടിസ്റ്റാണ് പറയുന്ന കപിൽ ദേവ് പ്രസാദ്. ഓക്കെ, ഇദ്ദേഹമാണ് കപിൽ ദേവ് പ്രസാദ്. ഇദ്ദേഹത്തിന് ടെക്സ്റ്റൈൽ സെക്ടേഴ്സിൽ ഇദ്ദേഹത്തിന് 2023 പത്മശ്രീ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഏത് ഫീൽഡിലാണ്? ടെക്സ്റ്റൈൽ ഫീൽഡിൽ. എന്തുകൊണ്ടാണ്? അദ്ദേഹം ഒരു ഹാൻഡ്ലൂം ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പേര് വന്നിട്ട് കപിൽ ദേവ് പ്രസാദ്. ഓക്കെ, അദ്ദേഹം റീസണായിട്ട് ബീഹാർ ബേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം റീസണായിട്ട് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒബിച്ചറി ന്യൂസിനകത്ത് വന്നത്. എന്തുകൊണ്ട് ഇത് എക്സാമിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2023 അദ്ദേഹം പത്മശ്രീ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏത് ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്? അദ്ദേഹം ഒരു ഹാൻഡ്ലൂം ആർട്ടിസ്റ്റാണ്. ഏത് ഫീൽഡിലാണ് അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് കിട്ടിയത്? ടെക്സ്റ്റൈൽ ഫീൽഡിലാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. പിന്നെ ഏത് സ്റ്റേറ്റിൻ്റെ ആളാണ്? ബീഹാറിൻ്റെ ആണ്. ഓക്കെ, ഇനി അടുത്തത് ഒരു ബുക്ക് റിലീസിംഗ് ആണ്. അതായത് സിഡ്ബി നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടല്ലോ, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സിഡ്ബി ഒരുപാട് ബാങ്ക് ആസ്പിറൻസ് ഒക്കെ ഒരുപാട് കേട്ട് ശീലമുള്ളൊരു വാക്കാണ്, അല്ലെങ്കിൽ ഒരു ബാങ്കാണ് സിഡ്ബി. ഓക്കെ, ഈ സിഡ്ബിയുടെ CMD, ഓക്കെ, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള S. രാമൻ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു? 2 ബുക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആർക്ക്? നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള നിർമ്മല സീതാരാമന് 2 ബുക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ന്യൂസിനകത്ത് വരുന്നത്. ഓക്കെ, സിഡ്ബിയുടെ CMD നിർമ്മല സീതാരാമന് 2 ബുക്ക് പ്രസൻറ്റ് ചെയ്തു. അതെങ്ങനെ എക്സാമിന് ചോദിക്കും? ആ 2 ബുക്കുകളുടെ പേരാണ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ബുക്കിൻ്റെ പേരെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്
പ്രഭാവം എന്നാണ് ഒരു ബുക്കിൻ്റെ പേര്. മറ്റേത് ഡയഗ്നോസ്റ്റിക് മാപ്പിംഗ് ഓഫ് ക്ലസ്റ്റർ ചാർട്ടിംഗ് ദ പാത്ത് അഹെഡ് ത്രൂ ഇൻ്റർവെൻഷൻ. ഓക്കെ, ഇത് ഇത്രയും വലിയ പേര് ഒന്നും കാണാതെ പഠിക്കാൻ പറയത്തില്ല. ഈ 1-2 കീവേഡുകൾ മാത്രം ഓർത്തിരിക്കുക. ഒന്ന് ഡയഗ്നോസ്റ്റിക്, ഓക്കെ, ഡയഗ്നോസ്റ്റിക് മാപ്പിംഗ് എന്നുള്ള വാക്ക് ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ അടുത്തത് എന്താ, ചാർട്ടിംഗ് ദ പാത്ത്, പിന്നെ ഇൻ്റർവെൻഷൻ. ഇങ്ങനെ നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇച്ചിരി കിടിലമായിട്ടുള്ള 2-3 വാക്കുകൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഇത് ഇത്രയും വാക്കുകൾ അല്ലെങ്കിൽ ഈ ഒരു ബുക്കിൻ്റെ പേര് മൊത്തം കാണാതെ പഠിച്ചാൽ നല്ലതായിരിക്കും. പക്ഷെ അങ്ങനെ ഞാൻ പ്രിഫർ ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓർത്ത് വെക്കുന്നല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന 2-3 വാക്കുകൾ മാത്രം മനസ്സിൽ പതിക്കാം. ഓക്കെ, അപ്പോൾ ബുക്കിൻ്റെ പേരൊക്കെ എന്താണ്? ഒന്ന് പ്രഭാവ്, മറ്റൊന്ന് എന്തായിരുന്നു? ഡയഗ്നോസ്റ്റിക് മാപ്പിംഗ് നമ്മൾ നോക്കിയായിരുന്നു. എന്താണ് ഡയഗ്നോസ്റ്റിക് മാപ്പിംഗ് ഓഫ് ക്ലസ്റ്റർ ചാർട്ടിംഗ് ഓഫ് ദ പാത്ത് അഹെഡ് ത്രൂ ഇൻ്റർവെൻഷൻ. ഈ 2 ബുക്കുകളാണ് നമ്മുടെ സിഡ്ബിയുടെ CMD ആയിട്ടുള്ള S. രാമൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആർക്കാണ് പ്രസൻറ്റ് ചെയ്തത്? നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള നിർമ്മല സീതാരാമൻ. ഓക്കെ, ചോദിക്കാൻ ചാൻസ് ഉള്ളത് എത്ര ബുക്ക്, അല്ലെ ബുക്കിൻ്റെ പേര്, അല്ലെങ്കിൽ സിഡ്ബിയുടെ CMD ആരാണ്. ഫിനാൻസ് മിനിസ്റ്റർ ആരാന്നൊന്നും ചോദിക്കത്തില്ല, പക്ഷെ പറയാൻ പറ്റത്തില്ല. ഇപ്രാവശ്യത്തെ RRB ക്ലർക്കിന് ഹോം മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എല്ലാവർക്കും അറിയാലോ, അമിത് ഷാ ആയിരുന്നു യൂണിയൻ ഹോം മിനിസ്റ്റർ. ഓക്കെ, അതേപോലെ ചിലപ്പം ചോദിച്ചേക്കാം ഫിനാൻസ് മിനിസ്റ്റർ ആരാന്ന്. പക്ഷെങ്കിൽ കൂടുതൽ ചാൻസ് സിഡ്ബിയുടെ CMD ആരാന്ന് ചോദിക്കും. S. രാമനാണ് സിഡ്ബിയുടെ CMD വന്നിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ ആ ഫിഗർ ഒന്ന് നോക്കി. സിഡ്ബിയുടെ CMD നമ്മുടെ നിർമ്മല സീതാരാമന് ബുക്ക് പ്രസൻറ്റ് ചെയ്യുന്നു. ഓക്കെ, മറക്കരുതേ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കിത് ചെറിയൊരു ഹോംവർക്ക് ഉണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടൈം മാഗസിൻ 2023 പേഴ്സൺ ഓഫ് ദി ഇയർ ആരാന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഓർമ്മയുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, ഇൻ കേസ് മറന്നാലും കുഴപ്പമില്ല, നിങ്ങൾ തന്നെത്താനൊന്ന് സെർച്ച് ചെയ്ത് അതിന് വേണ്ടിയിട്ട് കുറച്ച് എഫേർട്ട് ഇടുവാണെങ്കിൽ പിന്നെ ഒരിക്കലും നിങ്ങളത് മറക്കത്തില്ല. ഓക്കെ, അത് വിട്ടേക്ക്, നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി. ഇനി നമുക്ക് ഇന്നത്തെ ഹോംവർക്ക് നോക്കാം. നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കിനകത്തുനിന്ന് 2 ചെറിയ ഏറ്റവും സിമ്പിളായിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ വീഡിയോ റിവൈൻഡ് ചെയ്ത് നോക്കാതെ ഇപ്പം തന്നെ അത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ അത്രയും നിങ്ങൾക്കത് ബെനിഫിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. വിച്ച് കൺട്രി അലോങ് വിത്ത് ഇന്ത്യ ഹാസ് റീസെൻ്റ്ലി കണ്ടക്റ്റഡ് ദെയർ ഫസ്റ്റ് എവർ 2+2 സെക്രട്ടറി ലെവൽ പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി ഡയലോഗ് ഇൻ ന്യൂഡൽഹി, ഡൽഹി. അതായത് ഇന്ത്യ ഏത് രാജ്യവുമായിട്ട് ചേർന്നിട്ടാണ് ആദ്യമായിട്ട് ഈ ഒരു നമ്മൾ പറഞ്ഞായിരുന്നൊരു ഫോറിൻ ആൻഡ് ഡിഫൻസ് മിനിസ്റ്റീരിയൽ ഡയലോഗ് നടന്നെന്നുള്ള കാര്യം. അത് ഏത് രാജ്യമായിട്ട് ചേർന്നിട്ടാണ് ഇന്ത്യ ആദ്യമായിട്ട് ഈ ഒരു 2+2 സെക്രട്ടറി ലെവൽ പൊളിറ്റിക്കൽ മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്? ഡൽഹിയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഏത് രാജ്യമായിട്ടാണ് എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഇൻ വിച്ച് സ്റ്റേറ്റ് ഇന്ത്യസ് ഫസ്റ്റ് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് പവേർഡ് ബസ് വാസ് ഇനോഗ്രേറ്റഡ് ഓൺ മാർച്ച് 2024? ഓക്കെ, ഒരു മഹാ ന്യൂസ് ആയിരുന്നു. ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റേറ്റിൻ്റെ പേര് ഓർമ്മയുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സെഷനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് ബേസ് ചെയ്തിട്ടുള്ള 2 ഹോംവർക്കും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി 2 ഹോംവർക്ക് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് അടുത്ത ദിവസം നമ്മൾ കുറച്ച് റിവിഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഈ ക്വസ്റ്റ്യൻസ് അല്ലാണ്ട് വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് പഠിച്ചതിനകത്തുനിന്ന് എക്സാം ചോദിക്കാൻ ചാൻസ് ഉള്ളതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് റിവിഷൻ പോലെ നടത്തുന്നതായിരിക്കും. അപ്പോൾ അത്രയും നിങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 80% കവറേജ് ആയി. ഇനി ബാക്കി നിങ്ങൾ റിവിഷനകത്താണ് ബാക്കി പിക്കപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിന് എന്തായാലും, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന ഇതുപോലെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും പുതിയ കുറച്ച് കണ്ടൻറ്റുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതുവരേക്കും എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.